ചൂരൽമല വടുവഞ്ചാൽ കടച്ചിക്കുന്നിന് താഴെ ചെങ്കുത്തായ പ്രദേശത്ത് നിന്ന് ഒരു മൃതദേഹം ഇന്ന് എയർലിഫ്റ്റ് ചെയ്തു. എയർഫോഴ്സ് ഹെലികോപ്റ്ററിലാണ് മൃതദേഹം കൊണ്ടുപോയത്. KCB ജീവനക്കാരനായ ഷിനോയ് പൗലോസ് പകർത്തിയ ദൃശ്യം 24 ലഭിച്ചു. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ചേരുകയാണ്. പറയൂ സുർജിത്ത്. SKN, ഈ പുഴ, ചൂരൽമല പുഴ ഒഴുകിയെത്തുന്നത് ഈ വടുവഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്തിന് താഴെയുള്ള ഒരു മേഖലയിലൂടെയാണ് ഈ പുഴ ഒഴുകിയെത്തുന്നത്. കടാശ്ശേരി കടച്ചിക്കുന്ന് എന്നുള്ളതാണ് ഒരു ട്രൈബൽ കോളനി ഉണ്ട് അവിടെ. അതിന്റെ താഴെ ചെങ്കുത്തായ ഒരു മലയാണ്, ഇറക്കമാണ്. 3 കിലോമീറ്ററോളം നടന്നാണ് ഇന്ന് KSCB ജീവനക്കാരും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് തെരച്ചിലിനിറങ്ങിയ ഘട്ടത്തിൽ പുഴയുടെ ഓരത്തു നിന്നും സമീപത്തു നിന്നുമായി നിരവധി മൃതദേഹങ്ങളുടെ ഈ ശരീരഭാഗങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് കുറച്ചുകൂടി നടന്നപ്പോൾ ഒരു പുഴയുടെ നടുക്കായി ഒരു മൃതദേഹം കാണപ്പെടുന്നത്. അതായത് ഒരു വലിയ പാറയ്ക്കും ഒരു കൂറ്റൻ തടിക്കും ഇടയിലാണ് ഒരു മൃതദേഹം കാണപ്പെട്ടത്. അവർക്കത് എടുത്തു കൊണ്ടുപോവുക ഒട്ടും പ്രായോഗികമല്ലാത്ത സ്ഥിതിയാണ് വന്നത്. ഈ ദൃശ്യം പകർത്തിയത് ഷിനോയ് പൗലോസ് എന്ന് പറയുന്ന KSCBയുടെ ജീവനക്കാരനാണ്. അദ്ദേഹവും ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ആണ് ഈ വിവരം പങ്കുവച്ചത്, അദ്ദേഹം തന്നെയാണ്. എന്തായാലും ഈ സംഘമായി ഇവർ പോയ ഘട്ടത്തിൽ നേരെ പിന്നെ എയർലിഫ്റ്റ് അല്ലാതെ മറ്റൊരു വഴിയില്ല. ഇവർ മന്ത്രിതലത്തിൽ ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഈ സംഘത്തിന് ഹെലികോപ്റ്റർ വിട്ടു നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററാണ് എത്തി ഈ മൃതദേഹം എടുത്ത് കൊണ്ടുപോയത്. ഒരു തൊട്ടിൽ പോലെ ഒരു സംവിധാനം ഇറക്കി അതിനുശേഷം മൃതദേഹം കയറ്റിവെച്ച് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ എയർലിഫ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ താഴ്ഭാഗങ്ങളിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്താണ്. ചൂരൽമലയുടെ താഴ്ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ സൂചിപ്പാറയ്ക്കപ്പുറം മൃതദേഹങ്ങൾ ഛിന്നഭിന്നമായ നിലയിലുണ്ട്, അല്ലാത്ത മൃതദേഹങ്ങളുണ്ട്. അത്തരത്തിൽ മൃതദേഹങ്ങളുടെ ഒരു തുടർച്ച തന്നെ ഈ മേഖലയിലെല്ലാം ഉണ്ട്. ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ തിരച്ചിൽ തുടരാൻ കഴിയുന്നത്. മറുഭാഗത്തേക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതിന്റെ കാരണം അവിടുത്തെ ഒഴുക്കാണ്. വലിയ രീതിയിൽ ഒഴുക്കുണ്ട്. വെള്ളം ഒന്ന് ചെറുതായി വലിഞ്ഞ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂറ്റൻ പാറകളാണ് ഇവിടെ നിന്നും അടിച്ച് താഴേക്ക് തെറിച്ചു പോയിട്ടുള്ളത്. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഈ ഷിനോയ് പൗലോസ് പകർത്തിയ ആ ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ശരിക്കും അതിനകത്ത് അവിടുത്തെ ഒരു ഭീതിതമായ ഒരവസ്ഥയുടെ എല്ലാ തരത്തിലുള്ള ദൃശ്യങ്ങളും അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. SKN. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു മൃതദേഹം ഇന്ന് എയർലിഫ്റ്റ് ചെയ്തു, ഹെലികോപ്റ്ററിലാണ് എയർലിഫ്റ്റ് ചെയ്തത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഈ ദൃശ്യം പകർത്തിയത് KSCBയിലെ ഷിനോയ് പൗലോസാണ്.